വെൽക്കം ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് JBLൻ്റെ ഒറിജിനൽ സ്പീക്കറാണോ അതോ നമ്മൾ നോർമൽ ടൈപ്പ് സ്പീക്കറുകളൊക്കെയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. കൂടാതെ അതിങ്ങനെ അഴിച്ചെടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് പ്രൂഫായിട്ട് നമ്മൾ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോട്ടിംഗ് നമുക്കിങ്ങനെ തള്ളി മാറ്റിയാലാണ് നമുക്കതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുകയുള്ളൂ. പിന്നെ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചില സ്റ്റിക്കറുകൾ പൊട്ടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിയിലായിരിക്കും ചിലപ്പോൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ എങ്ങനെ അഴിച്ചെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. കൂടാതെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാലാണ് ഞാനിന്ന് പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഡസ്റ്റ് പ്രൂഫ് നമ്മളിവിടെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രണ്ട് സ്പീക്കർ ട്യൂട്ടർ വൂഫർ, അതായത് എല്ലാ സൗണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന വൂഫറാണ്. കൂടാതെ രണ്ട് സ്ക്രൂ അവിടെ സൈഡിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ക്രൂ അഴിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു റെഡ് കളർ കപ്പും കൂടി നമുക്ക് അഴിച്ച് മാറ്റണം. അപ്പോൾ അത് സബിൻ്റെ പോലെ വർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ റബ്ബറിൻ്റെ ഒരു വെയിറ്റുള്ള ഒരു ആക്ഷനായിട്ടുള്ള സംഭവം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബൂഫർ ഞെക്കി നോക്കുന്ന ടൈമിൽ നമുക്കിതിൽ ആ ഒരു റബ്ബർ ബീഡിങ് ഇങ്ങനെ തള്ളി വരുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എയർ ടൈറ്റിലായിരിക്കും ഈ ബൂഫറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒറിജിനൽ ബൂഫർ കാര്യങ്ങളും ഇങ്ങനത്തെ JBLൻ്റെയൊക്കെ കറക്റ്റ് എയർ ടൈറ്റിൽ തന്നെയായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതേപോലെ തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതേപോലെ എയർ ടൈറ്റ് തന്നെയൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബാസ് കാര്യങ്ങൾ കറക്റ്റ് കിട്ടില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് എയർ ടൈറ്റിലാണെങ്കിലാണ് അതിൻ്റെ ആ ബൂഫറിൻ്റെ വർക്കിംഗ് കറക്റ്റ് കിട്ടുകയുള്ളൂ. കൂടാതെ സൈഡിലുള്ള ഡെമ്മി ആയിട്ടുള്ള സബ് വൂഫറിൻ്റെ സൗണ്ട് കൂടി നമുക്ക് എഫക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ മൈക്രോ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിലേക്കുള്ള കണക്ടറൊക്കെ കാണുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ രണ്ട് സ്ക്രൂ കൂടി അഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ചാർജിങ് സോക്കറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ദൂരണമെങ്കിൽ നമുക്ക് ഈ രണ്ട് സ്ക്രൂ അഴിച്ച് മാറ്റിയ ശേഷം ഇവിടെ സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാം. അത് തന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കറക്റ്റായിട്ട് അവരിത് ഒരു റബ്ബറിൻ്റെ ഒരു ബീഡിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് എയർ ടൈറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഡെമ്മി സബ് വൂഫർ ഊരി മാറ്റിയിട്ട് നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നമുക്കിവിടെ സ്പീക്കറിൻ്റെ കണക്ഷനും ആ സ്പീക്കറിൻ്റെ ഫിനിഷിംഗ് ആണ്, അതായത് മാഗ്നറ്റിക് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സ്പീക്കറാണ് അവിടെ കാണുന്നത്. കൂടാതെ രണ്ട് സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ബോർഡ് കാര്യങ്ങളൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ ടൈറ്റിന് വേണ്ടിയിട്ട് അവരുടെ സിലിക്കണും ഗമ്മൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ നോക്കുമ്പോൾ തന്നെ കാണാം. സ്പീക്കറിൻ്റെ വയറൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മൾ റോൾ ചെയ്തിട്ടാണ് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്കിവിടെ വൈബ്രേഷൻ സൗണ്ടൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചിട്ട് വളരെ കറക്റ്റായിട്ടുള്ള വയറിങ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഈ സ്ക്രൂ ഊരി മാറ്റിയാൽ നമുക്ക് ആ ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. കൂടാതെ നമുക്കിവിടെ ചാർജിങ് സോക്കറ്റും ഇയർഫോൺ സോക്കറ്റും കൂടി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഊരണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഗമ്മ് കാര്യങ്ങളൊക്കെ അഴിച്ചാൽ മാത്രമാണ് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബൂഫർ ഇവിടെ അഴിച്ചിട്ടുണ്ട്. നമുക്ക് അഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, അതിൻ്റെ എയർ ഹോളും കൂടാതെ കോയിലിൻ്റെ വണ്ണം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കറക്റ്റ് കാണാൻ പറ്റുന്നതാണ്. പിന്നെ മാഗ്നറ്റിക് ഫ്ലെക്സ് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് വേണ്ടി എർത്തിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം. വളരെ കറക്റ്റായിട്ടുള്ള വൂഫറും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ നമ്മളിതിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ വാട്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ ടൈപ്പ് വൂഫർ സ്പീക്കർ ആണെന്നുള്ളത്. കൂടാതെ അതിൻ്റെ കണക്ടർ എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് ചാർജിങ് സോക്കറ്റാണ്. അപ്പോൾ നമ്മൾ ചാർജിങ് സോക്കറ്റും കൊണ്ട് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഗം ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ സ്റ്റീരിയോ ഹെഡ്ഫോണിലേക്കുള്ള കണക്ഷനും കൂടാതെ ഡാറ്റ ഇന്നും ഔട്ടും കൂടാതെ പ്ലസ് മൈനസ് കണക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്ലസ് മൈനസും കണക്ഷൻ നമുക്ക് വേണ്ടുള്ളൂ തൽക്കാലം. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സോക്കറ്റ് കറക്റ്റ് ഊരി മാറ്റിയ ശേഷം ബ്ലോവറോ അയണൊക്കെ വെച്ചിട്ട് നമുക്ക് ഊരി മാറ്റിയ ശേഷം അതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ സോക്കറ്റ് അയൺ വെച്ചിട്ടാണ് നമ്മളിവിടെ ഊരി മാറ്റുന്നത്. ബ്ലോവറൊക്കെ വയ്ക്കുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ ഊരി എടുത്തിട്ട് വേണം ബ്ലോവറൊക്കെ വയ്ക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ സോക്കറ്റൊക്കെ ഉരുകിപ്പോകും. അപ്പോൾ അയൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഊരുന്നത്. നമുക്ക് ഇതിൻ്റെ ചാർജിങ് വയർ കാര്യങ്ങളൊക്കെ ബോർഡിലേക്ക് പോയിരിക്കുന്നത് കാണാം. അപ്പോൾ അത് ഊരി എടുക്കണമെങ്കിൽ കറക്റ്റ് വയറിംഗ് ആണ് ഇവരുടെ. അപ്പോൾ കറക്റ്റ് വയറിംഗ് ആയതുകൊണ്ട് ആ സോക്കറ്റിൽ നിന്ന് ഊരിയ ശേഷം മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് നീട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഗമ്മും കാര്യങ്ങളൊക്കെ ഊരി മാറ്റിയ ശേഷം ഇതേപോലെ നമ്മൾ സോക്കറ്റ് മാത്രമായിട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 4 കണക്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ USB സോക്കറ്റ് ആയതുകൊണ്ട് 4 പിന്നാണ് ഇതിൽ വരിക.
പ്ലസും മൈനസും ഡാറ്റ ഇന്നും ഡാറ്റ ഔട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മുടെ സബ് വൂഫറിൻ്റെ ബീഡിങ് ഒരു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് കാണുന്നതാണ് നമ്മുടെ ബാറ്ററി. ആ ബ്ലാക്ക് കളറിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വന്നിട്ടുള്ളത്. അപ്പോൾ ബാറ്ററീൻ്റെ കണക്ഷൻ വന്നിട്ട് 5 കണക്ഷനാണ് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി ഫ്ലാറ്റ് ടൈപ്പായിട്ടുള്ള ലയൺ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഫ്ലാറ്റായിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം. പിന്നീട് മൈക്കിൻ്റെ കണക്ഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മൈക്ക് കണക്ഷൻ നേരെ വന്നിട്ട് നേരെ ഫ്രണ്ടിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ബ്ലൂടൂത്ത് വഴി നമുക്ക് ഉപയോഗിക്കുമ്പോൾ മൈക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ഷനൊക്കെയാണ് നമ്മളതിലേക്ക് കാണുന്നത്. പിന്നെ PCB കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ടുള്ള PCB കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് JBLൻ്റെ ഒറിജിനൽ ബ്ലൂടൂത്ത് സ്പീക്കറാണെന്നുള്ളത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ള JBL ബ്ലൂടൂത്ത് സ്പീക്കറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കോപ്പി വരുന്നതിൽ നോക്കുമ്പോൾ നമുക്കിത് കാണുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ഫിനിഷിങ് ഉണ്ടാകുന്നില്ല. പിന്നെ കൂടാതെ അതിൻ്റെ പ്ലാസ്റ്റിക് കേസ് കാര്യങ്ങളൊന്നും ഇത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. കൂടാതെ റബ്ബറിൻ്റെ കപ്പ് വരുന്നതും ഒന്നും ഇത്ര ഫിനിഷിങ്ങിൽ വരില്ല. വൂഫർ കാര്യങ്ങളാണെങ്കിലും നമുക്ക് അഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. അതായത് ഇത്ര ക്വാളിറ്റിയിലുള്ള സംഭവം എല്ലായിരിക്കും അതിലുണ്ടാവുക. അതേപോലെ തന്നെ വില കുറവിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ആ ഒരു പെർഫെക്റ്റ് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒറിജിനൽ JBL ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ മേടിച്ചാലാണ് നമുക്ക് ആ ഒരു സൗണ്ട് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വിപണിയിലൊക്കെ കിട്ടുന്ന ഒറിജിനലാണെങ്കിലും കോപ്പി ആയിട്ടുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വളരെ സോഫ്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതേപോലെ നമ്മളിതിൻ്റെ ചാർജിങ് സോക്കറ്റ് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുക കയറേണ്ടി വരുമ്പോൾ വളരെ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സോക്കറ്റൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റ് ചാർജൊക്കെ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ കാലമൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. കൂടാതെ ഫുൾ സൗണ്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് അല്പം വോളിയം കുറച്ച് വയ്ക്കുക. അതൊരു ക്ലാരിറ്റി തന്നെ നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റണം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാറ്ററി കാര്യങ്ങളൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ആവില്ല. കൂടാതെ നമ്മുടെ ഓഡിയോ ബോർഡ് കാര്യങ്ങളൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ കുറഞ്ഞ മോഡൽ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൗണ്ട് കുറച്ച് അത് ക്ലാരിറ്റി തന്നെ ഉപയോഗിക്കണം. അതായത് പോർട്ടബിളായിട്ടുള്ള വളരെ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കറുകളൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ സ്പീക്കർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അത്രേ ഉണ്ടാവുകയുള്ളൂ. അത് ഫുൾ വോളിയത്തിലൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടാതെ നമുക്കിതിൽ ബാസ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ബാസ് കിട്ടാനുള്ള കാരണം കറക്റ്റ് എയർ ടൈറ്റിൽ നമ്മൾ ഈ റബ്ബറിൻ്റെ മാഗ്നറ്റിക് വെയിറ്റുള്ള ആ ഒരു റബ്ബർ ബീഡിങ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ കാരണമാണ് നമുക്കിതിൽ ബാസ് കിട്ടുന്നത്. ഇതിൻ്റെ വൈബ്രേഷൻ നേരെ ബൂഫറിലേക്ക് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്കിതിലേക്ക് ബാസ് കിട്ടുക. അപ്പോൾ ആ ഒരു ബാസ് കിട്ടാനുള്ള കാരണം അതിൻ്റെ ഉള്ളിലുള്ള എയർ ടൈറ്റ് കാരണവും അതിൻ്റെ ആ വൈബ്രേഷൻ നേരെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്കിതിൽ കറക്റ്റായിട്ടുള്ള ബാസ് കാര്യങ്ങൾ ഇത്ര ചെറിയ ബോക്സിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കൃത്യമായിട്ടുള്ള ബാസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എയർ ടൈറ്റിൽ നമ്മളിത് സെറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഇതുപോലത്തെ ബോക്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് നമ്മൾ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വൂഫറും കാര്യങ്ങളും കറക്റ്റ് തന്നെ ആയിരിക്കണം. കൂടാതെ അതിൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബാസും കാര്യങ്ങളും കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാലും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പുതിയൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.